ഹലോ ഹായ് ആഗാസ് എഥേന ടോക്സിലേക്ക് സ്വാഗതം. എന്താ സ്വാഗതമൊക്കെ പറയുന്നതെന്നാണ് അല്ലേ? ആരോ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. ബിക്കോസ് ഐ ആം ജസ്റ്റ് സിറ്റിംഗ് ഹിയർ ആൻഡ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ വരൂ സ്വാഗതം സ്വാഗതം എന്നൊന്നും എപ്പോഴും പറയാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് സ്കിപ്പ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് അമ്മമാരെ പറ്റിയാണ്. അമ്മമാർക്ക് ഓരോ കുട്ടികളുടെ സ്വഭാവ വികസനത്തിലുള്ള റോള് എന്താന്ന് പറയാൻ കാര്യം എന്നറിയോ? എല്ലാവർക്കും അറിയാം, അമ്മ പറഞ്ഞാലാണ് അധികം കേൾക്കുകയെന്ന്. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കാണാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ മോഹൻലാൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ മോഹൻലാലിനോടൊരു ആരാധന മൂത്തിട്ടാണ് ആളുകൾ ഇത് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, ഇന്നലെ സൺഡേ അല്ലേ, മിനിഞ്ഞാന്ന് ഞാൻ ജസ്റ്റ് അരവിന്ദ് എപ്പോഴും ടി വി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് മോഹൻലാൽ വന്ന് നിന്ന് ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരാളോട്. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആളുടെ പേരൊന്നും എനിക്കറിയില്ല, കുറച്ച് ഇങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരുത്തൻ. അയാൾ എന്തോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അത്ര. അപ്പം മോഹൻലാൽ അങ്ങ് പറയണേ, ഇതെന്താണിത്, ആളുകൾ കാണുന്ന പരിപാടിയല്ലേ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ വഴക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരി വരൂ കൺഫെഷൻ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നിരുന്നിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ അയാളുടെ ഉമ്മ മോനെ എന്ന് വിളിക്കാമല്ലോ, ഇയാളങ്ങ് വിങ്ങിയൊന്ന് പൊട്ടുകയാണ് കേട്ടോ. ഒരു ആചാനബാഹു ഒരാളാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉടനെ മോനെ സുഖല്ലേ എന്ന് ചോദിക്കുകയല്ല, ഇതങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. ഒന്നാമത് ഉമ്മയുടെ സൗണ്ട് അത്ര നല്ല ഒരു, അതിൽ നമുക്ക് തന്നെ ആ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ഒരു ഉമ്മയാണെന്ന് നമുക്ക് തോന്നും ആ സൗണ്ട് കേട്ടിട്ട്. മോൻ്റെ ദേഷ്യമൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഉപ്പൊക്കെ സുഖമാണ്, ഉമ്മ എനിക്ക് സുഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനെ എന്താണ് ആ കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് തോന്നുന്നു അയാൾ ചീത്തകൾ വേർഡ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പെണ്ണുങ്ങളെയൊക്കെ അടിക്കാൻ ചെല്ലുന്നൊക്കെ ഉണ്ട്. എന്താണ് മോനെ അതിൽ കാണിച്ചു കൂട്ടുന്നത്? മോൻ്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം കേട്ടോ, ഉമ്മ പറയണ മനസ്സിലായ, മോൻ്റെ ദേഷ്യമാണ് മോന് കുഴപ്പം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇയാളങ്ങ് ശാന്തനാവുകയാണ്. അത് കഴിഞ്ഞ് മോഹൻലാൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇയാൾ ഭയങ്കര കാമാവും. എന്നിട്ട് അയാൾ വഴക്ക് അപ്പോൾ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനത് കണ്ടപ്പോൾ അതിന് പിന്നെ ഞാൻ എണീറ്റ് എന്താ നടന്നതെന്ന് പിന്നെ ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കുകയായിരുന്നു കേട്ടോ. ശരിയാണ് കേട്ടോ, എപ്പോഴും അമ്മമാർക്ക് എത്ര ഇതാണെങ്കിലും ആ പൊക്കിൾക്കടി ബന്ധം എന്ന് പറയണത് ഭയങ്കരമല്ലേ. അമ്മമാരുടെ അടുത്ത് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ ആ പയ്യൻ കേൾക്കും എന്നുള്ളതാണ് ആ കാണിച്ചത്. അതായത് അമ്മയോട് സംസാരിക്കൂ, അമ്മയുടെ അഭിപ്രായം നിനക്ക് അറിയാൻ വേണ്ടിയിട്ടെന്നായിരിക്കും മോഹൻലാൽ അങ്ങോട്ട് പറഞ്ഞയച്ചതേ. അപ്പോൾ ഇതൊരു കാര്യം. പിന്നെ എന്താണ് വന്നതെന്ന് വെച്ചാൽ, മോഹൻലാൽ പറയാൻ ശ്രമിക്കുന്നത് ഒരമ്മ ഹർട്ടാകുമ്പം മക്കൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അമ്മയുടെ ആ ഒരു സംസാരത്തിൽ ആ പയ്യൻ്റെ ഇതങ്ങോട്ട് അടങ്ങിയുണ്ടോ. അപ്പം ഇത് ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നടക്കുന്നതുമാണ്. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഇൻലോസ് പ്രോബ്ലംസിൻ്റെ ഇടയിൽ ഈ ആൺകുട്ടികൾ പെട്ടുപോകത്തില്ലേ. അതായത് ഭാര്യ വന്ന് നിന്ന് പറയും, ഭാര്യ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ പകുതിയാണ് എന്ന് അങ്ങനെ പകുതിയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് ജീവിതത്തിലേക്ക്. അമ്മയുടെ ശരീരത്തിൻ്റെ പകുതിയാണ് ഈ മകൻ എന്നുള്ളത് ഈ ഭാര്യ ഇടയ്ക്ക് മറന്നു പോകും കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ചേച്ചി, ആൻറ്റി, മാഡം, ഇങ്ങനെ പലതും വിളിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക എല്ലാവരും. ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല. എന്ത് കല്യാണം കഴിഞ്ഞ് 1-2 വർഷമായവർ, 3 മാസമായവരൊക്കെയാണ് ഈ കിടന്ന് അലമുറയിടുന്നത്. അവൻ എന്നൊക്കെ പറയാം. അപ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഭർത്താവിനെയാണ് പറയണത്. പോയിട്ട് അമ്മ പറയണതേ കേൾക്കുള്ളൂ, അമ്മ പറയുന്നതേ ചെയ്യുള്ളൂ, അങ്ങനെ പറയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ അമ്മയെ നിങ്ങൾ ഒന്നും പറയാതിരുന്ന് നോക്കൂ കുറച്ച് നാളത്തേക്ക്. അതായത് അവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവങ്ങളുണ്ടാവും. അമ്മമാർക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോനെ എനിക്ക് അറിയാവുള്ളൂ, എൻ്റെ മോനെ എങ്ങനെ ഒരു വിചാരം ആ അമ്മമാർക്ക് ഉണ്ടാവും. അപ്പോൾ അവരത് ഈ കുട്ടി വരുമ്പോഴേക്കും ഈ കുട്ടി തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നു ഒക്കെ കാണുമ്പോൾ ചിലപ്പം ചില അമ്മമാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്കറിയാലോ, അവിടെ തുടങ്ങും ഫൈറ്റ്. അതൊന്ന് വിട്ടുകൊടുക്കാൻ ഈ അമ്മമാരും ശ്രമിക്കുക. കാരണം ഈ പെൺകുട്ടികൾക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരാളെ കിട്ടി ആഹാ എന്നും പറഞ്ഞാണേ ചെല്ലുന്നത്. അപ്പോൾ ആ പയ്യൻ ഇവരെ മൈൻഡ് ചെയ്തില്ല എന്നും പറഞ്ഞാണ് ഈ ബഹളം മുഴുവനും. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയാണത്. ഈ മകൻ തൻ്റെ
എന്താ പറയുക സ്വത്താണെന്ന് അമ്മയും അല്ല, ആ സ്വത്ത് എനിക്ക് കൈമാറി കഴിഞ്ഞു എന്നും മരുമകളും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു അനുഭവം ഇന്നൊരു കുട്ടി എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഞാനെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണല്ലേ, ഇത് ഞാൻ പറയട്ടെ. അതായത് ഞാൻ കല്യാണം കഴിച്ച് ചെന്ന സമയത്തെ അപ്പം ഞാൻ അതിൻ്റെ കഥ അറിയാമല്ലോ അല്ലേ, കുറച്ച് നാൾ ജോലി ഇല്ലായിരുന്നല്ലോ, രണ്ടുപേർക്കും ഒരു പണിയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം എനിക്ക് പീരിയഡ്സ് ആവാണ് ഫസ്റ്റ് ടൈം അവിടെ ചെന്നതിന് ശേഷം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വയറുവേദനയും ക്രാങ്കിനെസ്സും ഒക്കെ ഉള്ള സമയമാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കണം, എന്നോട് കൂടെ ഇരിക്കണം. എനിക്ക് വയറുവേദന കുറച്ച് വയറുവേദന ഉണ്ടെങ്കിൽ പോലും ഞാനങ്ങ് കഠിനമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അരവിന്ദ് അവിടെ പുറത്ത് പോയിരുന്ന സിസ്റ്ററിനോടും അമ്മയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവരെന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഉറങ്ങാണെന്ന് ഓർത്തെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നത് എത്രയോ സമയമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് വയ്യാഞ്ഞിട്ട് എന്നെ നോക്കാതെ അങ്ങനെ. ഇന്ന് സെയിം തിങ് എനിക്കൊരു കുട്ടി DM-ൽ എനിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നലെ പീരിയഡ്സ് ആയിട്ട് 2ാമത്തെ ദിവസം വയറുവേദനയായിരുന്നു, അവനൊന്നും തിരിഞ്ഞു നോക്കിയില്ല പറയണേ. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാനായിട്ടാ. അപ്പം ഞാൻ എൻ്റെ കാര്യം ഓർത്തു കേട്ടോ, ഞാനും ഇങ്ങനെ ഒന്ന് ക്രാങ്കി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അത് അത്രയും കൂടി ബ്ലോ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കത് ഇപ്പോൾ ഓർമ്മ വന്നു, കാരണം എനിക്കത് അന്ന് അത്ര ഫീൽ ചെയ്ത കാര്യമാണ്. പിന്നീട് ഞാൻ ആലോചിക്കേണ്ടായി, ചേടാ എനിക്ക് പീരിയഡ്സ് വന്നെന്ന് കരുതി എന്നെ ഒന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ കൂടെ ഇരുന്ന് കാല് തിരുമ്മിത്തരണോ, വയറ് തിരുമ്മിത്തരണോ, പയറ് തിരുമ്മിത്തരണോ, ഇതൊക്കെ വെറുതെ ആണെന്നേ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ തന്നെത്താൻ പോയി ചൂടുവെള്ളം കൊണ്ടുവന്ന് വയറിൽ വെക്കും അല്ലേ. ഐ ഡോണ്ട് ഹാവ് എനിവൺ ടു കം ആൻഡ് പ്രസ് മൈ ബാക്ക് ഓർ മൈ സ്റ്റൊമക്ക് അല്ലേ. എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരാം. ഇപ്പം ആ കുട്ടി പറഞ്ഞപ്പോൾ അതിനത് ഭൂലോകം ഇടിഞ്ഞ് വീണ പോലെ കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ ഇത് നോക്കൂ, ഒരു വിവാഹത്തിന് മുമ്പ് ആരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ തന്നെയല്ലേ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്. അവിടെ എന്താണെന്നറിയോ, അപ്പോൾ ഒരു കുശുമ്പ് വന്നിട്ടുണ്ട് കണ്ടോ, അവരുടെ അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തൊക്കെ പോയി സമയം ചിലവാക്കുന്നു, ഞാനിവിടെ വയറുവേദന എടുത്ത് കിടക്കുന്നു ഇങ്ങനെ വിചാരിച്ച് കാണും. അതുകൊണ്ടാണ് ആ കുശുമ്പ് പൊങ്ങി വരുന്നത് അല്ലേ, എനിക്ക് തോന്നുന്നില്ലേ. ഇതൊക്കെ 24-25 വയസ്സായ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതൊന്നും കാര്യമാക്കരുത്. ഇപ്പം ആ പയ്യനും അയാൾക്ക് കല്യാണം ആദ്യമായിട്ട് കഴിച്ചതല്ലേ, അയാൾക്കറിയോ അവർ സ്നേഹിച്ച് കഴിച്ചതാണെന്ന് പറയണം. എനിക്ക് ഓർമ്മ വന്നത് മിഥുനം സിനിമയാണ്. മിഥുനം സിനിമയിൽ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ട് അല്ലേ, നോക്കൂ എൻ്റെ അടുത്ത് എന്തൊക്കെയാ ചേട്ടൻ എഴുതിയിരുന്നത്, എന്തൊക്കെയാ ചേട്ടാ ഇത്. സെയിം ആണ് പെൺകുട്ടികൾ പ്രതീക്ഷിക്കുക കേട്ടോ. ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങൾ ഇനിയുണ്ട്, അത് പറഞ്ഞാൽ കുറച്ച് എപ്പോഴമായി പോകുമെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ പറയണേ. ഐ ഹാഡ് ദിസ് ഫാൻറ്റസി ഓഫ് എന്താ പറയുക, നനഞ്ഞു നിൽക്കുക, മഴയത്ത് നനഞ്ഞു നിൽക്കുക എന്നൊക്കെ ഉള്ളൊരു ഫാൻറ്റസി. അത് നമ്മൾ ലെറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ നമ്മുടെയൊക്കെ വീടുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ലെറ്ററിലെ ആൾക്കാർ പലതും എഴുതും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വിവാഹം കഴിച്ച പുരുഷനും സ്ത്രീയും കൂടെ ടെറസിൽ പോയിട്ട് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നിടത്ത് നടക്കുന്ന കാര്യമാണോ? ഞാൻ ആ പൊട്ടത്തരം ചോദിച്ചിട്ടുണ്ട്. ആരെയും നിനക്ക് വട്ടാണോ, വി ഷുഡ് ബി ലൈക്ക്, അതൊക്കെ നമ്മൾ എഴുതും ഒരു റൊമാൻസിന് വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും തുറന്നു പറയാണ്. വൈ? ജസ്റ്റ് ഫോർ ദാറ്റ് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എല്ലാവരും അണ്ടർഗോ ചെയ്യണതാണ് ഇതൊക്കെ. ആ മിഥുനം സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുമ്പം അരവിന്ദിന് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് അന്ന് വന്നത് കൂടെ. ബിക്കോസ് ദേ തോട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പ്രാപ്തരായിട്ടില്ല എന്നോ വിചാരിച്ചു. അവർക്ക് പിന്നെ ആശ്രമത്തിൽ, സായിബാബയുടെ ആശ്രമത്തിൽ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാറിലാണ് പോയത്. അപ്പോൾ അരവിന്ദിൻ്റെ അച്ഛനും അമ്മയ്ക്ക് സമാധാനമായി. പുതിയതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന കൊണ്ടുപോയി പെൺകുട്ടീനെയൊക്കെ കൊണ്ടുപോയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനത്തെ പേടിയും ഒക്കെ ഉണ്ട് ഇവിടെ. അത് നിസ്സാരമല്ല കേട്ടോ. അത് അങ്ങനെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതൊക്കെ കൊണ്ടാണ് അവരൊക്കെ വന്നിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കമ്മ്യൂണിക്കേഷൻ അപ്പം ഫോൺ ചെയ്ത് നമുക്ക് അറിയിക്കാനും പറ്റൂല നമ്മൾ എവിടെയാണ്, നമ്മൾ സുരക്ഷിതരാണോ. പിന്നെ എങ്ങായിട്ട് തോന്നുന്ന കപ്പിളല്ലേ, അവരൊക്കെ ഭയങ്കര വൾണറബിൾ ആയിരിക്കും. ഈ ചുറ്റിനുമുള്ള അത്ര നല്ലതല്ലാത്ത ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഇവരെ നോട്ടമിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അതൊക്കെയല്ലേ അധികം ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. അവരങ്ങനെ ചിന്തിച്ച് കാണണം. കാരണം
ഈ കാര്യം പറയുമ്പോൾ ഈ അമ്മായിയമ്മയുടെ ഇൻ്റർഫിയറൻസിനെ പറ്റിയൊക്കെ കുഞ്ഞുങ്ങൾ തലമുറ ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ചോളണം കേട്ടോ. ആ അമ്മയുടെ മനസ്സിൽ കൂടി കടന്നു പോയേക്കാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ അവർക്ക് സന്തോഷമായി. നിങ്ങളങ്ങനെ സുരക്ഷിതമായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ, ഈ പൊതിഞ്ഞ് വളർത്തുന്ന മക്കളാണ് എല്ലാവരും. അതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ അവർക്കും അവരുടെ മകനാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവനെ കൊണ്ട് ത്രാണി ഉണ്ടോ ഈ പെൺകുട്ടിനെ സംരക്ഷിക്കാൻ എന്നൊക്കെ അവർക്ക് സംശയം ഉണ്ടാകും. കാരണം ഒറ്റയ്ക്ക് അങ്ങനെ ആ പെൺകുട്ടികളെ കൊണ്ട് പോവാറില്ലല്ലോ. അത്ര ദൂരെയൊക്കെ രാത്രിയൊക്കെ പോയി വല്ല ലോഡ്ജിലൊക്കെ താമസിച്ച് കുഴപ്പമായാലോ എന്ന് ഓർത്തായിരിക്കും പേടി. നമ്മൾക്കന്ന് എവിടെ പോയി എടുക്കണം ഒന്നും അറിഞ്ഞുകൂടാ. അന്നൊക്കെ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂംസ് എടുക്കാനൊന്നും അറിയില്ല. ലൈക്ക് താജിലും ഇതൊക്കെ നമ്മൾ കോർപ്പറേറ്റ്സിലൊക്കെ വന്നേ പിന്നെയില്ല അതൊക്കെ ഞാനൊക്കെ പഠിച്ചതും. ഐ ഓൺലി വിൽ ഗോ ടു ദിസ് കൈൻഡ് ഓഫ് വളരെ സേഫ് ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ബ്രാൻഡഡ് പ്ലേസസ് തന്നെയാണ്. അത് നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം ഞാനതൊരു കണ്ടൻ്റായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഇത് പറയട്ടെ. സോ വാട്ട് ഹാപ്പൻഡ്, അപ്പം നമ്മുടെ കൂടെ അവർ വന്നപ്പോൾ ഇവർക്കും സന്തോഷമായി. ഇൻ്റർവ്യൂവിനും പോയി ആ ഇൻ്റർവ്യൂവിന് പോയത് BPCL എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു കേട്ടോ. അത് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ടെസ്റ്റൊക്കെ എഴുതി നല്ല ഹൈ റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് എന്തോ പാളിപ്പോയി. അത് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കും അല്ലേ. ഈ പറഞ്ഞ പോലെ IAS അങ്ങനെ സംഭവിക്കുന്നില്ലേ ആളുകൾക്ക്. പക്ഷെ അത് കടന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തിയില്ലേ. അപ്പോൾ ഒരു നഷ്ടബോധം തോന്നൂലല്ലോ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലേ, അതിനെപ്പറ്റി പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് മക്കളെ ഈ അമ്മമാർ ഇതിൽ കയറി ഇടപെടുന്നത്. പിന്നെ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു പറഞ്ഞില്ലേ, ഇതൊക്കെ അതാണ് അതിൻ്റെ പിന്നിൽ. ചേച്ചി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എവിടെ എത്തി നിങ്ങൾ, എവിടെയാണ്, വണ്ടി ഓടിക്കുകയാണ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. അതുകൊണ്ടല്ല, അവർ നിങ്ങളെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് ഇതല്ല. ഞാനും ഇത് നേരിട്ടിട്ടുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇതെന്താ ഇപ്പോൾ ഇത്, ഞങ്ങൾ വളർന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ അഡൾട്ട്സ് അല്ലേ എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ അഡൾട്ട്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ മക്കളാണ്, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്തായിരുന്നു, അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ ആ പീരിയഡ്സിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, PMS അതുണ്ടാകും നമുക്ക്, അതും അറിഞ്ഞുവിടാൻ പറ്റുന്നു. അപ്പോൾ ഈ കുട്ടിക്കൊക്കെ അതായിരിക്കുമേ പ്രശ്നമൊക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഭർത്താവ് തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് പറയാം, മോളെ ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. പക്ഷേ അതറിയാതെ എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞാൽ കേൾക്കില്ലെന്നേ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഈ അറിവ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നായതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കേൾക്കുക കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വനിത വായിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇന്ന് ഞാൻ വനിത വായിക്കുകയായിരുന്നു. ഇന്ന് അതിനകത്ത് നല്ലൊരു നോവലുണ്ട്, അതൊക്കെ വായിക്കുകയായിരുന്നു ഞാൻ. സോ വനിത വായിച്ചിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതേ ഉള്ളായിരുന്നു ഒരു ഗൈഡ്. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയുടെ ഡയറക്ഷൻസ്, നല്ല ഡയറക്ഷൻസും ഇല്ല, മിസ് ഡയറക്ഷൻസും ഇല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ വനിതയിലൊക്കെ വരുന്നത് എപ്പോഴും നല്ല ഡയറക്ഷൻസ് മാത്രമായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ചെങ്കിലും ബോധവും വെളിവുണ്ടായി എന്ന് പറയാം. ഞാൻ പറയാൻ വന്ന കഥ, ഹണിമൂണിന് ഒറ്റയ്ക്ക് പോയ കപ്പിളിനെ പറ്റിയ ഒരു വലിയ ട്രാജഡിയാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് ഞാൻ അറിയുന്ന, പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ നടന്നതാണ്. ഒരു ഹസ്ബൻഡും വൈഫും കൂടെ അതിരപ്പള്ളിയിലെ ആ ഭാഗത്ത് ഉള്ളിലേക്കുള്ള വെള്ളച്ചാട്ടം അവിടെ കാണാൻ പോയി, കുളിക്കുക എന്നാണ്ടൊക്കെ ചെയ്തു അവർ. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ കല്യാണം കഴിഞ്ഞ് ഹണിമൂണുമായിട്ട് പോയതാ. ആ സ്ത്രീനെ കുറേ ആൾക്കാർ ചേർത്തിട്ട്, മദ്യപിച്ച് എത്തിയ ആൾക്കാർ ചേർത്തിട്ട് പൊക്കിക്കൊണ്ടുപോയി ഹസ്ബൻഡിനെ അവിടെ മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് റേപ്പ് ചെയ്തു ആ പെണ്ണിനെ. ഇയാൾ കണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്നിട്ട് പിന്നെ ഈ പെൺകുട്ടിയെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആ പെൺകുട്ടി വന്നാണ് ഹസ്ബൻഡിനെ അഴിച്ചതെന്ന്. അത്ര നേരം ആരും വന്നില്ല അങ്ങോട്ട്. കാരണം അന്നൊന്നും അധികം പേരൊന്നും ഇങ്ങനെ റിമോട്ടായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടൊന്നും പോവില്ല. അവരുടെ ആ ഒരു ആഘോഷത്തിമിർപ്പിൽ, അവരുടെ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നനഞ്ഞ് ഒക്കെ നിൽക്കുന്ന ആ സമയത്തൊക്കെ നല്ല ശോഭനാന്ന് വിചാരിച്ചുള്ളൂ നിങ്ങൾ. അതുപോലെ ഇരിക്കുന്ന ഒരു ചേച്ചി എങ്ങനെ ഉണ്ടാവും, മനസ്സിലായോ? ഇപ്പോൾ ഒരു 10-70 വയസ്സായിട്ടുണ്ട് കേട്ടോ. എന്നാലും അവരുടെ മുഖത്തൊരു ശോകം പോലെ. പക്ഷെ അയാൾ കളഞ്ഞൊന്നുമില്ല, ഇതൊന്നുമില്ല, അത് അവരുടെ കുറ്റമൊന്നും അല്ലല്ലോ. പക്ഷെ ആ ട്രോമ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. അതിനെ അവർ അതിജീവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. ഞാൻ അവരെ പല കല്യാണങ്ങൾ ഭയങ്കര ഭംഗിയാണ്, ഒരു പ്രത്യേകതയാണ് അവർ നിൽക്കുന്നിടത്തൊക്കെ. പക്ഷെ ഒരു മുഖത്തൊരു ശോകമായിട്ട് എപ്പോഴും ഇരിക്കുന്ന കാണാം. അപ്പോൾ ഈ കഥ
എൻ്റെ അടുത്ത് അവരുടെ ഒരു റിലേറ്റീവ് തന്നെ പറഞ്ഞത്, അയ്യോ മോളെ അവർ ചിരിക്കത്തൊന്നുമില്ലല്ലോ, നമ്മൾ പോയി ഹലോ പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അയ്യോ അവരെന്തൊരു ഇതാ. അങ്ങനെ ഞാനൊന്ന് ജഡ്ജ്മെൻറ്റിലായപ്പോൾ അവരെ അറിയുന്നവർ പറഞ്ഞു അതുകൊണ്ടല്ല കേട്ടോ, അവർക്ക് ഇതൊരു ട്രോമ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരോടും അവരുടെ വീട്ടിൽ പിന്നെ ആരും ഹണിമൂണിന് പോയിട്ടില്ല. അങ്ങനെയാണ് അവരുടെ വീട്ടിൽ എന്ത് ചെയ്താലും അവരൊരു വലിയ ബസ് പിടിച്ചിട്ട് അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുള്ളൂ എന്ന്. ഇപ്പം ഒരുപാട് പ്രായമായിട്ടോ. പറഞ്ഞൊന്നും എഴുതി കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊന്നും ആരുടെയും തെറ്റോ കുറ്റോ ഒന്നും അല്ലല്ലോ സംഭവിച്ചത്. ഞാൻ ആരുടെയും പേരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് സംഭവിച്ച ആ ഒരു ദുര്യോഗം കൊണ്ട് അവരുടെ വീട്ടിലെല്ലാവരും എക്സ്ട്രാ കോഷ്യസായി. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പേപ്പറിലൊക്കെ പലരുടെയും കഥകളായിട്ട് നമ്മൾ വായിക്കും. നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് എവിടെയും എപ്പോഴും എങ്ങനെയും സംഭവിക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ഛനമ്മമാർ നിങ്ങളോട് ജാഗരൂകരായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അമ്മമാരുടെ റോള് വീട്ടിലെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഒരു വീട്ടിലൊരു അമ്മയുണ്ടെങ്കിലുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഇത് തന്നെയാണ്. ശരിയാണ്, അവരുടെ ജീവിതം കൊണ്ട് അവർ ചിലപ്പോൾ നമ്മളെ ഇട്ട് അയ്യോ ഇങ്ങനത്തെ ഒരു തള്ള എന്ന് പറയിപ്പിച്ചേക്കാം. പക്ഷേ അവർ വേണം ആ വീട്ടിൽ. അവരാ വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ പോകാനും തോന്നുള്ളൂ. നമ്മൾ ആരെങ്കിലും പോവുമോ? പിന്നെ ഞങ്ങളുടെയൊക്കെ അമ്മാവന്മാരുടെ വീടൊക്കെ ഉണ്ട്, അവിടെ ആ അമ്മായി ഉള്ള കാരണം അവരുടെ മക്കൾ വരുന്നുണ്ട്. മറ്റ് വീട്ടിൽ ഒരു അമ്മായി മരിച്ചുപോയി, അമ്മാവനും അമ്മായിയും മരിച്ചു. അത് വീടിൻ്റെ നടുക്ക് കൂടി ആലമരം വളർന്നു. കാരണം ആരും മെയിൻറ്റെയിൻ ചെയ്യാനില്ല, ആർക്കും നോക്കാൻ ഇഷ്ടമില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. 4-5 കോടിയുടെ വീട് അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് വരാൻ തോന്നുന്നില്ല, കാരണം അവരുടെ അമ്മയില്ല അവിടെ. അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമാണെങ്കിൽ പോലും മക്കൾ വരും പോകും അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാം നമ്മൾ കാടടിച്ച് വെടിവെക്കണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലായ്കയില്ല. പക്ഷെ അത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാരുമായിട്ട് ഉണ്ടെന്നുള്ള വിചാരത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ ജീവിതം മനോഹരമാക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണ്, അമ്മമാർ കുറേ കൊളരായികൾ ചെയ്തു കൂട്ടും അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി കാരണം. പക്ഷെ നമ്മൾ ഇൻസെക്യൂർഡ് ആവേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇൻസെക്യൂർഡ് ആവണ്ട. നമ്മൾ യങ്ങായിട്ട് വരുന്ന ആൾക്കാരല്ലേ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നത്. 60കളിലുള്ള 50കളിലും 60കളിലുമുള്ള മദർ ഇൻ ലോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണെന്ന് ആലോചിക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണമെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് പൈസയുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ IT ടെക്നോളജി വിവരം നിങ്ങൾക്ക് ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് കരുതി നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മുടെ ജീവിതമാണ് നമുക്ക് നല്ല കളർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ കടന്നുകയറ്റങ്ങളെയൊക്കെ നിങ്ങൾ ബൗണ്ടറീസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക തന്നെ വേണം. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യണം, എന്തിനാ ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാണ് കേട്ടോ പറഞ്ഞത് ഞാൻ. എന്നിലുള്ള ഒരു അമ്മയാണെങ്കിൽ, ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് പറഞ്ഞാണ്. എൻ്റെ അച്ഛൻ, ഞാനും അരവിന്ദും ആദ്യമായിട്ട് ഈ കാറ് എടുത്തിട്ട് ഓടിച്ച് കൊച്ചിനിൽ പോയി, അപ്പച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് അവിടെ നിൽക്കാനൊന്നും അല്ല പോയത്. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വരാം, അവരെ കണ്ടിട്ട് വരാമെന്ന് കരുതി പോയതാ. ഇരുന്ന് പോവില്ലേ. 2 പേരും ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പഠിച്ചിട്ടേ ഉള്ളൂ 96 കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഓടിക്കാൻ അത്രേ അറിയാൻ പാടുള്ളൂ, അല്ലാതെ ഭയങ്കര വലിയ നല്ല ഡ്രൈവേഴ്സൊന്നും അല്ല. അപ്പം അച്ഛന് ആ ഒരു കൺസേൺ ഉണ്ടായിട്ടുണ്ടാവും. അച്ഛൻ ഞങ്ങൾ പോയിട്ട് കുറേ നേരം, എന്നാൽ ലാൻഡ് ഫോണേ ഉള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ അപ്പച്ചിയുടെ വീട്ടിൽ വിളിച്ചു, അവരവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചത്, നിനക്കൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ എന്താ അടുത്ത് വഴി പറഞ്ഞു, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയല്ലോ വന്നു. ഈ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഇപ്പോൾ എന്ന് ചോദിച്ചു. അച്ഛന് വല്ലാണ്ട് ഹേർട്ടായി. ഞാൻ ചോദിക്കാൻ പാടില്ല, അച്ഛൻ ചോദിക്കുന്നത് അച്ഛൻ്റെ കൺസേണും കൊണ്ടാണ്. ഞങ്ങളവിടെ വന്ന് കസിൻസിൻ്റെ കൂടെയൊക്കെ വർത്താനം പറഞ്ഞ് സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അത് കാരണം അവിടെ നിന്നങ്ങ് നിന്നു. മനസ്സിലായോ? അത് അവരുടെ ഇപ്പം എൻ്റെ മോളാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ വഴക്ക് പറയില്ലേ. നമ്മളവിടെ വർത്താനം പറഞ്ഞ് രസിച്ച് ഫോട്ടോ എടുക്കലും സിനിമയ്ക്ക് പോക്കും ഒക്കെ ആയിട്ട് ആർഭാടാക്കി. അപ്പോൾ വീട്ടിലിരിക്കുന്നവരെ മറന്നേ. അതാണ് ഉണ്ടായത്. അപ്പോൾ അത് എൻ്റെ അച്ഛൻ, എൻ്റെ കൺസേൺ, എൻ്റെ സേഫ്റ്റി കൺസേൺ ആണ് അച്ഛൻ അപ്പോൾ വിളിച്ചതെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വായിന്ന് അങ്ങ് പോയില്ലേ, ഇനി പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഈ കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഞാൻ പോയി പറഞ്ഞു, സോറി അച്ഛൻ, ഞാൻ പെട്ടെന്ന് വിചാരിച്ച അച്ഛൻ എന്നെ പിന്നെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു എന്ന് ഞാൻ അമ്മയോടും പറഞ്ഞു. പക്ഷെ ഹേർട്ടല്ലേ.
ഇതൊക്കെ എൻ്റെ ഓരോ കുഴപ്പങ്ങളാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ വലിയ മഹതി ആയതുകൊണ്ടല്ല, ഇതെല്ലാം ഞാനും ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾ എന്നെ കേൾക്കുന്നവർ ദയവ് ചെയ്ത് നമ്മുടെ പ്രൈസി പൊസഷനാണ് ഈ ഭർത്താവ് എന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവന്മാർ കുതറി പോകാൻ നോക്കും. ബിക്കോസ് മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. ഇങ്ങനെ ഒരു ബുക്കുണ്ട്, അതൊന്ന് എടുത്ത് നോക്കും. മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. ആ ബുക്ക് ഒന്ന് മേടിച്ച് വായിച്ചോളൂ. കാരണം ഇതുങ്ങൾക്ക് മനസ്സിലാകത്തേയില്ല എന്താണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതങ്ങോട്ട് പറഞ്ഞാൽ പോരെന്നാണ് അവർ ചോദിക്കുക. നമ്മൾ മനസ്സിലിട്ട് കളിച്ചിട്ട് ഇങ്ങർക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ വിചാരിക്കുന്നത്. നെവർ, ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം ഈ ആണുങ്ങളെല്ലാം നൈവാണ്, പഞ്ചപാവങ്ങളാണ്. അവരെ ഇട്ട് എല്ലാവരും കൂടി വളച്ചെടുക്കാൻ നോക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ടാവും. പിന്നെ സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാരുണ്ടാവും. ഭാര്യയാണെങ്കിൽ എൻ്റെ എന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്നതുണ്ടാവും. അങ്ങനെ ആകുമ്പം ചില സമയങ്ങളിൽ അവർ പതറി ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞ് ആ മൂന്നാമതുള്ള കാന്തത്തിലേക്കൊക്കെ അവർ വേറെ വല്ല ഇവരുടെ പേഴ്സിലെ പൈസ നോക്കിയിട്ടായിരിക്കും. ഇതൊന്നും അറിയാതെ ഈ പാവങ്ങൾ എണ്ണയിലേക്ക് വന്ന് വീഴുന്ന ആ ഒരു എന്താണ് പറയണത്, അതാണ് അവരുടെ അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. ആൺകുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കുക, ആണുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ സ്ത്രീകളുടെ വിജയിക്കുന്നത്. ഇതൊക്കെ ഞാനും കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സുഹൃത്തുക്കളെ മനസ്സിലാക്കിയത്. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയ അത്രയും പെട്ടെന്ന് നിങ്ങൾ വളരെ പീസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ദാമ്പത്യം. എൻ്റെ ഇതിൽ കല്ലുകടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. ആ കല്ലുകടിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫിയേഴ്സ്ഫുള്ളും അദ്ദേഹം കുറച്ചുകൂടി, ഞാൻ പറഞ്ഞില്ല അന്ന് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞത്, അദ്ദേഹം കുറച്ചുകൂടി എന്താ പറയുക ബാലൻസ്ഡും ആണ്. അതുകൊണ്ട് ഈ ഫിയേഴ്സ്ഫുള്ളായിട്ടുള്ള എന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് കാര്യം. അതേപോലെ തന്നെ വൈസ് വേഴ്സ, നിങ്ങളുടെ ഹസ്ബൻഡ് ഫിയേഴ്സ്ഫുൾ ആണെങ്കിൽ വൈഫ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നോക്കൂ. ലൈഫ് എന്ത് രസമായിരിക്കും എന്നറിയാം. രണ്ടുപേരും കൂടെ ഫിയേഴ്സ്ഫുൾ ആകുമ്പോഴാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും എലിവേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരിക്കലും പബ്ലിക് സ്പേസിൽ നിങ്ങൾ അലറരുത്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പം അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, യെസ്, അമ്മമാരായ നമ്മൾ വേണം മക്കൾക്ക് നല്ലതും ചീത്തയും തിരഞ്ഞ് പറഞ്ഞു കൊടുക്കാനായിട്ട് ആദ്യകാലങ്ങളിൽ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ സ്നേഹം നിറഞ്ഞ അമ്മയായിരിക്കണം. നിങ്ങൾ ഒരിക്കലും പഠിക്കടാ എന്ന് പറഞ്ഞ് നടക്കരുത്. എടാ നീ എവിടെ പോയിരുന്നു, വണ്ട വായി നോക്കികളുടെ കൂടെ പോയിക്കോ, ഇങ്ങനൊന്നും നിങ്ങൾ പറയരുത്. കാരണം ആ കണ്ട വായി നോക്കിയും ആരോ ഒരുത്തി പ്രസവിച്ച് വിട്ട മകനാണെന്ന് ആലോചിക്കണം. ഇത് ഒരു കാര്യം ആലോചിച്ചോളൂ. പിന്നെ നിങ്ങൾ പഠിക്കടാന്ന് പറയുന്നത് നിങ്ങളാരാ? നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നിങ്ങൾക്കൊരു 2-3 കെമിസ്ട്രി ഫോർമുല പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ പഠിക്കുന്ന പറയുന്ന നമ്മൾ അവരെ പഠിപ്പിക്കാൻ പ്രാപ്തരല്ല. പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ കോളേജിലും സ്കൂളിലൊക്കെ വിടുന്നത്. അവിടെ കംപ്ലൈൻറ്റ് ചെയ്യുക. ടീച്ചേഴ്സ് നല്ലതാണെങ്കിൽ ഈ കുട്ടികൾ പഠിച്ചോളും. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ കേൾക്കുകയും വേണം. അല്ലാതെ വീട്ടിൽ വന്നിരുന്ന് അവിടെ പ്രശ്നമാക്കി വിടുമ്പോഴാണ് ഇവരൊക്കെ റിബലായി പോകുന്നത്. അപ്പോൾ അമ്മമാരുടെ റോൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. പക്ഷേ പഠിപ്പിക്കേണ്ട റോള് അമ്മമാർക്കില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ കണ്ടിട്ടുണ്ട്, കുത്തിയിരുന്ന് ദൈവമേ, എനിക്കിതൊന്നും അറിയാൻ പാടില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ ഞാൻ മാത്സിൻ്റെ ടെക്സ്റ്റ് മാറ്റി വെച്ചതാണ്. അരവിന്ദ് പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അത് അച്ഛന്മാരോട് എന്നാൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറയൂ. നമ്മൾ അമ്മമാർ സ്നേഹം വാരിക്കോരി കൊടുക്കൂ കേട്ടോ. പഠിപ്പിക്കുക, ഹെൽപ്പ് ചെയ്യുക, അത് അവർ ആവശ്യപ്പെട്ടാൽ ചെയ്യണം. അതല്ലാതെ 24 മണിക്കൂർ ഇവനൊന്നും പഠിക്കില്ല, ഇവൻ ഇങ്ങനെ പറയരുത്. അപ്പോൾ അമ്മമാർ, യെസ്, അമ്മ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. ചേച്ചി ഞങ്ങൾക്ക് എന്താ 12 കൈയും കാലും ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വേണ്ടി വരും. കാരണം നമ്മൾ മൾട്ടി ടാലൻറ്റഡ് ആണ്. മൾട്ടി ടാസ്കിന് എബിലിറ്റി ഉള്ള ആളാണ് ഫീമെയിൽ കേട്ടോ. ഇത് നീണ്ടു പോകുന്നു പറയുമ്പോൾ. എന്തായാലും പറഞ്ഞു വന്നത് ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, യെസ്, ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ നന്നാക്കാനും ചീത്തയാക്കാനും ഈ അമ്മമാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് കാരണം എന്ന് ഞാൻ പറയും. ഓക്കെ, അമ്മമാർ ജാഗ്രത, റെക്ടിഫൈ ചെയ്യുക പറ്റുമെങ്കിൽ. ഓക്കെ, സി യു. നാളെ ഞാൻ വേറെ കഥ പറയാം കേട്ടോ. ഇതിനകത്ത് പറഞ്ഞില്ലേ നാളെ പറയാമെന്ന്, അത് പറയാം. അതിനകത്ത് എന്താ പറഞ്ഞതെന്നുള്ളത് മൊത്തം കേട്ട് നോക്കും. ബൈ.